ഗായ്സ്, അപ്പൊ വ്ളോഗ് ഭാഗത്തിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാൻഡ്വിച്ച് ആണ്. അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മള് ബ്രെഡ്, പിന്നെന്താണ് ഇത് മയോണൈസ്, പിന്നെ ചീസ്, പിന്നെ തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളോട് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ കൂടെ വീഡിയോ എടുക്കുന്ന ആള് റെയിൻബോ ഫ്രണ്ട്സിൽ നമ്മളെ കൂടെ ചെയ്ത ഒരാളാണ് ഇത്. റെയിൻബോ ഫ്രണ്ട്സ് കൊള്ളായിരുന്നു, എനിക്ക് വിശ്വാസം തോന്നുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. ആദ്യം ചീസ് വേണം, മയണൈസ്, പിന്നെ ഓണിയൻ, പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ വേണം. ഇത്രയും മതി നമുക്കൊരു നല്ല ടേസ്റ്റി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. പിന്നെ ബ്രെഡും വേണം. നമ്മളിവിടെ 4 പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും വേണം, അതുകൊണ്ടാണ്. 2 പേർക്കല്ല, പക്ഷെ ഷമ്മുചേട്ടനുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം. ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ടായി. നമ്മൾ ഒരു സാധനം ലാസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ നമുക്കത് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോ ഇവിടെ ശംഭു കത്തി വെച്ച് കളിക്കാതെ. ഇവിടെ ശംഭു, ഇവിടെ നമ്മുടെ ടമാറ്റോ അരിയാൻ പോയി. ഞാനിവിടെ ഉള്ളി അരിയും, വാവച്ചി വീഡിയോ എടുക്കും. ഓക്കെ, ഇവിടെ ശംഭുവിന് ടൊമാറ്റോ അരിയാ അറിഞ്ഞൂടാ. ടൊമാറ്റോ അരിയാ അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ചെവിയിൽ വന്ന് ചോദിക്കായിരുന്നു. ചുമ്മാ അറിയണാണ് ഇവൻ ചുമ്മാ അറിയണാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ വിസ്പർ ചെയ്യുന്ന കണ്ടിട്ടിരുന്നു കേട്ടോ. ഞാൻ അവര് രണ്ടുപേരും വിസ്പർ ചെയ്യുന്ന കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് അരിയാം. ഷമ്മുചേട്ടൻ എന്തോ എന്ന് ഒളിച്ച് പറയാണ്. അപ്പൊ ഞാൻ ഇനി അരിയേണ്ട വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് പോലും അരിയറിഞ്ഞൂടെ, ഈ വലിയായ ഒരാൾക്ക് പോലും അരിയറിഞ്ഞൂടെ. ശംഭു അരിയാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ശംഭു അണ്ണൻ തക്കാളിയൊക്കെ അരിഞ്ഞു തീർന്നിരിക്കുന്നു. നല്ല സ്റ്റൈലായിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്തത് ഉള്ളിയാണ്. അത് ഞാനാണ് അരിയാൻ പോകുന്നത്. അപ്പൊ ഉള്ളി അരിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മള് ഒണിയൻ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി നമ്മളെ കട്ട് ചെയ്യണ പണിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബ്രെഡ് എടുക്കണം. നമ്മുടെ ബ്രെഡ് തീർപ്പ് ഫസ്റ്റ് തന്നെ ഫെയിലായിരിക്കുന്നു. ഒരു നല്ല ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മയണൈസ് എടുക്കണം. എന്നിട്ട് നമ്മൾ തുറക്കണം. എന്നിട്ട് ബ്രെഡിലൊന്ന് ഒഴിക്കണം. നല്ല പിതുക്കിയായിട്ട് ഒഴിക്കണം. ഓക്കെ, അങ്ങനെ ഒഴിച്ചിരിക്കുന്നു. അടുത്ത് നമ്മൾ സ്പൂൺ എടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിന് ചുറ്റും. ഓക്കെ, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഉള്ളി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇടണം. പിന്നെ ടൊമാറ്റോയും. പിന്നെ നമ്മുടെ ടൊമാറ്റോ നിങ്ങൾക്ക് എത്ര വേണം ഇടാം കേട്ടോ. നമ്മൾ അത്രക്ക് ഇടുന്നില്ല. നമ്മൾ കുറച്ച് കട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതലായാലും എത്രയായാലും. പിന്നെ നമ്മൾ ഇതിന്റെ മണ്ടയിൽ കൂടെ കുറച്ച് മയോണൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, എക്സ്ട്രാ ലെയർ കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചീസ് എടുക്കണം. നമ്മുടെ ചീസ് അപ്പൊ നമ്മൾ ചീസ് എടുത്തിട്ട് ഇവിടെ വെക്കണം. ഇത് തുറച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വെക്കണം. സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്യണം.
ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി വേറൊരു ബ്രെഡ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ അങ്ങോട്ട് വെക്കും. അടുത്ത വീഡിയോ ബർഗർ ഉണ്ടാക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത്, അപ്പോൾ ഇനി നമ്മൾ എടുക്കേണ്ടത് ഇതായി ടോസ്റ്റർ എടുക്കണം. എന്നിട്ട് ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോസ്റ്റർ ചൂടായിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ഓവൻ ചൂടായിട്ടുണ്ട്. അല്ല, ഓവൻ അല്ലേ, ടോസ്റ്റർ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി നമ്മുടെ ബ്രെഡ് എടുക്കണം. അതിൻ്റെ അകത്തെ വെക്കണം. നല്ല വെച്ചെടുക്കണം. എന്നിട്ട് അടച്ചു വെക്കണം ഒരു 5 മിനിറ്റത്തേക്ക്. ഈ ലൈറ്റ് ഗ്രീൻ ആകുമ്പോ ഇത് എടുക്കണം നമ്മൾ. ടോസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈസിയാണ്. ഈസി ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ടോസ്റ്റ് ചെയ്തേക്കുന്ന ബ്രെഡ് റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല സീൻ സാൻഡ്വിച്ച് ആണ്. ചീസൊക്കെ നിക്കുന്ന കണ്ടോ ഗായ്സ്? കാണുമ്പോ തന്നെ നമുക്ക് തിന്നാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി കട്ട് ചെയ്യാം. ഗൈസ് കാണുമ്പോഴേ നമുക്ക് ഇത്രയ്ക്ക് ഒരു ബ്യൂട്ടി, അപ്പം കഴിക്കുമ്പോ എത്ര ഇതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഇനി അരിയാം. ഇത്തിരി കൂടെ നല്ല പ്ലേറ്റ് എടുക്കട്ടെ ഗൈസിനെ. ഗൈസ് അവൻ പ്ലേറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. വാവ്. അപ്പോൾ നമ്മുടെ ശംഭു അണ്ണൻ ഇതിനെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ട്രൈ ചെയ്യട്ടെ. സൂപ്പർ. അപ്പൊ വാച്ചി ഇനി ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. നല്ല ക്രഞ്ചിയാണ്, പിന്നെ നല്ല ചീസിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഷെഫ് ഒരെണ്ണം കഴിച്ചു നോക്കിയിരിക്കുന്നു. ഗായ്സ് നമ്മുടെ ക്യാമറ നമ്മൾ പിടിച്ചോണ്ടിരിക്കുമ്പോ വന്ന് തറയിൽ ഒറ്റൊരു വീഴ്ച. നമ്മുടെ ഷെഫ് ഒരു സാൻഡ്വിച്ച് തിന്നു നോക്കിയിരിക്കുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ആണ് ഗായ്സ്. ഇത് മാവ് തിന്നതെല്ലാം തറ വീഴുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ മാവിനോട് പറയണം. സൂപ്പർ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.